ഞങ്ങളുടെ ചക്കരക്കൂട്ടിൽ എങ്ങനെ വളച്ചെടുത്തു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ഫെയിം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ യാതൊരു സാധാരണക്കാരനെ പോലെ അതുകൊണ്ടൊരു മുണ്ടൊക്കെ കൊടുത്ത് കാരണം ഒരുപാട് പേര് ഇതില് നമ്മള് ഇവിടെ നടക്കുന്ന ആൾക്കാർ നീ കോമാളിയല്ലേ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? നമ്മൾ പറയാനുള്ളത് കോമാളിയല്ല, ശരിക്കും ഞാൻ കോമാളിയല്ല. സീരിയസ് വേറെ കാര്യം പറയാം. ഷീ എന്ന് പറഞ്ഞ് പേരുള്ളൊരു പെണ്ണിന് 6 മാസം കഴിയുമ്പോൾ കല്യാണം ഉറപ്പിച്ചു. ഷീ പേര് തുടങ്ങുന്നു. എന്തായാലും 6 മാസം കഴിയുമ്പോൾ കല്യാണം ഉണ്ടാവും. തൊട്ട ചോര എങ്ങനെ കിട്ടിയോ എന്റെ മുത്ത അല്ല എനിക്ക് ഞങ്ങളുടെ ചക്കരക്കൂട്ടിൽ എങ്ങനെ വളച്ചെടുത്തു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിടിവീഴാത്ത കുട്ടിയാണ്. ചക്കക്കുട്ടനാണോ? ഇത്രയും ഫേമസ് ആയിട്ടും ഒരു സംവിധായകൻ ഒരു മുഴുനീള റോളിലേക്ക് ഇതുവരെ സിനിമയിലേക്ക് വിളിക്കാത്ത അപ്പൊ പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്നില്ലേ? അതിനെപ്പറ്റി ഞാൻ പറയാം. നമ്മളൊരു ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ആലോചനയിലാണ്. ഒരു 3 മാസത്തിനുള്ളിൽ അത് സെറ്റാകും. കാരണം ദിവാകരന്റെ രാത്രി എന്ന വർക്കിന്റെ പേര് അതില് ദിവാകരന്റെ രാത്രികൾ വിനീതൻ നമ്മുടെ പുള്ളിയാണ് ഡയറക്ടർ. അതില് നമുക്ക് ഒരുപാട് നമ്മുടെ കൂടെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ചാൻസ് വെച്ച് കളിയാക്കിയിരുന്നു. പക്ഷെ നമ്മള് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചാൻസ് കൊടുക്കും. മാപ്സിക്കിൽ ആദർശ് ആശിഷ്ടൊക്കെ പ്രധാന വേഷം ഉണ്ടാവും. എന്തായാലും ദിവാന്റെ അകത്ത് നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും. അത് ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു OTT സിനിമയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സിനിമകൾ സീരിയലിൽ വിളിച്ചിട്ടുണ്ട്. ഷിജു അരൂർ പുള്ളി അവന്റെ മീനസ് കിച്ചണിലെ പുള്ളി തൊണ്ട ശരിയായിട്ടില്ല. തൊണ്ടയുടെ ചെറിയൊരു പരിപാടി. ഇപ്പൊ ദിലീപേട്ടന്റെ ഒരു സ്റ്റേജ് ഡാൻസ് ഉണ്ടായിരുന്നു. പെരേരനെ ഫോളോ ചെയ്തിട്ട് പെരേരനെ ഇമിറ്റേറ്റ് ചെയ്ത് ദിലീപേട്ടൻ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് എന്നെ കോമാളിന്ന് വിളിച്ച് കളിയാക്കി. പല കൂട്ടുകാരന്മാരും തെണ്ടുകളും വിളിച്ചു കോമാളിയെന്ന്. പക്ഷെ ഈ ഡാൻസ് വന്നപ്പോ ആരാണ് ശരിക്കും ആരാന്നല്ല, ദിലീപേട്ടൻ നല്ല വ്യക്തിയാണ്. പക്ഷെ ദിലീപേട്ടന്റെ കമന്റ് ബോക്സിൽ ആ ഒരു പേര് വന്നു കോമാളിയെന്ന്. പക്ഷെ ദിലീപേട്ടൻ ഒരിക്കലും കോമാളിയല്ല. കാരണം ഞാൻ പറയാം ദിലീപേട്ടൻ എന്ന വ്യക്തി ഞാൻ അടുത്ത് പോയി കണ്ടതാണ്. കാരണം ദിലീപേട്ടൻ പല സിനിമകളും കോമഡി വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിലീപേട്ടൻ നേരിട്ട് കണ്ടപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഭവ്യതയും ആത്മാർത്ഥതയും കണ്ടതാണ്. കാരണം ദേ പൊട്ടി വെച്ച് കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചാൻസ് ചോദിച്ചില്ല പുള്ളിയോട്. പക്ഷെ എന്നെ കണ്ടപ്പോഴേ എന്റെ പേരിൽ ചാൻസ് ചോദിച്ചിരുന്നു പുള്ളിയോട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചാൻസോട് ഞാൻ ചോദിക്കൂല. ദിലീപേട്ടനാണ് സ്റ്റെപ്പ് കളിച്ചത്. സോണാരി എന്ന സ്റ്റെപ്പില് ദിലീപേട്ടൻ പണ്ട് കോമഡി ചെയ്തിട്ടുണ്ട്. ഡാൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരുപാട് പേര് റീച്ച് ഡൗൺ ആയി നിന്ന സമയത്ത് ദിലീപേട്ടൻ്റെ ഡാൻസ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഡൗൺ മാറൂലായിരുന്നു. ദിലീപേട്ടൻ ഡാൻസിൽ ട്രോൾ വന്നല്ലോ, ചർച്ച ചെയ്തല്ലോ. ഇപ്പൊ ഏതായാലും പെരേര മുന്നോട്ട് തന്നെ പോകുന്നു. 6 മാസം കഴിഞ്ഞ കല്യാണം, അതിന്റെ ഗൾഫിൽ പോണ്. അത് മാത്രമല്ല